നമുക്കൊരു ചിക്കൻ പട്ടൻ റെസിപ്പി നോക്കിയാലോ. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പട്ടൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനാവശ്യമായ മസാല എന്തൊക്കെയാണ്? നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എരിവുള്ള മുളക് പൊടി, ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ചിക്കനിലൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ ഈ ചിക്കൻ ഒന്ന് മാറ്റി വെക്കേണ്ടതാണ്. നമുക്ക് ഈ അരമണിക്കൂർ മാറ്റി വെക്കുന്നത് നമ്മൾ മസാല എല്ലാം ഈ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. ഇപ്പൊ മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ പട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മസാല ഇട്ട് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, തീ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മല്ലിപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഇനി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കരിവേപ്പില കൂടെ ഇടുന്നുണ്ട്. കരിവേപ്പില കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മസാല പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ നമ്മൾ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിത് ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. മസാലയൊക്കെ നല്ലവണ്ണം ആ ചിക്കനിൽ പിടിക്കണം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഇനി ഇതിലെ കുറച്ച് മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. മസാലയൊക്കെ ചിക്കനിൽ പിടിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. കണ്ടിന്യൂസ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനകത്ത് വെള്ളം നമ്മൾ ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഏകദേശം ചിക്കനിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീയൊന്ന് കൂട്ടി വെക്കാം. കൂട്ടി വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരിക്കലും അടുക്കി പിടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത്.
ഇപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ. ചിക്കൻ പെരട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുക്കുന്നതാണ് പെരട്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ആ വെന്ത് വരുന്ന സമയത്ത് ആ ചിക്കനുള്ള വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. ആ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ചിക്കന്. കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ആ വെള്ളമെല്ലാം വറ്റണം, നന്നായിട്ട് വറ്റണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ചിക്കന്. വീണ്ടും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ അത് വേവിച്ചെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റണം. വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ചിക്കന്. വെള്ളം വറ്റുന്നതിന് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, മൂടി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടച്ചു വെക്കാതെ തന്നെ നമുക്ക് ചിക്കൻ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ചിക്കന്. ആ ചിക്കന് വെള്ളമെല്ലാം പറ്റി വരണം. പറ്റി വരുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വെള്ളം വറ്റുന്നതിന് വരെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ചിക്കന്. നമ്മുടെ ചിക്കന് വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ചിക്കന്. ചിക്കൻ്റെ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ. നമ്മൾ കണ്ടിന്യൂസ്ലി ഇളക്കി അത് ഡ്രൈ ആക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഏകദേശം നമ്മുടെ ചിക്കൻ ബർഗർ ഇവിടെ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ ബർഗർ ഇവിടെ തയ്യാറായി. അങ്ങനെ നമ്മുടെ ചിക്കൻ ബർഗർ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബർഗർ ഇവിടെ തയ്യാറായി. ഒരു ഫൈനൽ ടച്ചിനായി ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ബർഗർ നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.